ഹലോ ഹായ് നമസ്കാരം 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് കോവിഡ് വാക്സിൻ ആളെ കൊല്ലുമോ, നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? നമുക്ക് നോക്കാം. ആരോപണം. നമുക്ക് ആരോപണങ്ങളിൽ നിന്ന് തുടങ്ങാം. ഇന്ത്യയിൽ പരക്കെ കൊടുത്ത കോവിഷീൽഡ് വാക്സിന്റെ ഡെവലപ്പർ അതിന്റെ വാക്സിന് സൈഡ് എഫക്ട് പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് UK കോടതിയിൽ അംഗീകരിച്ചിരിക്കുന്നു. സർക്കാർ ജനങ്ങളുടെ ജീവൻ അപായത്തിലാക്കിയിരിക്കുകയാണെന്നും സർക്കാർ കാരണമാണ് ഹൃദയാഘാത മരണങ്ങൾ ഉണ്ടായതെന്നും ഇന്ത്യയിൽ പ്രതിപക്ഷം ആരോപിക്കുന്നു. അവർ വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈക്കൂലി മേടിച്ചാണ് ഈ കോവിഡ് വാക്സിൻ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതെന്ന് വരെ പ്രതിപക്ഷം ആരോപണം. ശരിയാണോ ഈ ആരോപണങ്ങൾ? നമുക്ക് നോക്കാം. ആരോപണത്തിന്റെ അടിസ്ഥാന കാരണം. ഈ ആരോപണം മുഴുവൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ UK നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ദി ടെലിഗ്രാഫ് എന്ന പത്രത്തിൽ വന്ന ഒരു ന്യൂസിന് ശേഷമാണ്. അവർ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്: ആസ്ട്രാസെനക്ക ആദ്യമായി കോടതിയിൽ തങ്ങളുടെ കോവിഡ് വാക്സിൻ ജനങ്ങളിൽ TTS എന്ന പാർശ്വഫലം സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് സമ്മതിച്ചു. ഇന്ത്യയിൽ ഏതാണ്ട് 100 കോടിയിലധികം ജനങ്ങൾ വാക്സിനേഷൻ എടുത്തതിൽ ഭൂരിഭാഗവും കോവിഷീൽഡ് എന്ന വാക്സിനാണ്. ഇന്ത്യയിൽ അത് ഉൽപ്പാദിപ്പിച്ചത് പൂനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കോവിഷീൽഡിന്റെ ഡെവലപ്പർ നിർമ്മാതാക്കൾ UK സ്വീഡിഷ് കമ്പനിയായ ആസ്ട്രാസെനക്കയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമാണ്. ഈ വാക്സിൻ അവർ ഡെവലപ്പ് ചെയ്തതിനു ശേഷം അത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് നൽകുകയായിരുന്നു. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അത് മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്കും ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്കും കൊടുത്തിരുന്നു. ഇന്ത്യയിൽ 2021 ജൂൺ മാസത്തിൽ തുടങ്ങിയ വാക്സിനേഷൻ ഡ്രൈവ് ഏതാണ്ട് പൂർണ്ണമായത് 2022 ജൂലൈ മാസത്തോടു കൂടിയാണ്. യൂറോപ്പിൽ ഈ വാക്സിൻ കൊടുത്തതിന് ശേഷം 51 ആളുകൾ ഈ കമ്പനിക്കെതിരെ, ആസ്ട്രാസെനക്കെതിരെ ഒരു ക്ലാസ് സൂട്ട് ഫയൽ ചെയ്തു. അതിൽ അവർ ആരോപിക്കുന്നത് ഈ വാക്സിനേഷൻ കാരണമാണ് തങ്ങളുടെ പല റിലേറ്റീവ്സും മരിച്ചുപോയത്, അല്ലെങ്കിൽ തങ്ങൾക്ക് തന്നെ പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ്. ഈ ക്ലാസ് സൂട്ടിൽ പറയുന്ന ആരോപണം കമ്പനി അംഗീകരിച്ചില്ലെങ്കിലും കോടതിയിൽ മറ്റേത് മരുന്നിനും ഉള്ളതുപോലെ തങ്ങളുടെ വാക്സിനേഷനും പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് അവർ അംഗീകരിച്ചു. ഈ പാർശ്വഫലം രക്തം കട്ട പിടിക്കുന്നതും രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ്സിന്റെ സംഖ്യ കുറയ്ക്കുന്നതുമായ TTS എന്ന ചുരുക്കപ്പേരിൽ അറിയുന്ന ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം എന്ന സൈഡ് എഫക്റ്റ് ആണ്. തലച്ചോറിനെ ബാധിക്കുന്ന TTSന്റെ ലക്ഷണങ്ങൾ കഠിനമായതും സ്ഥിരമായതുമായ തലവേദന, മങ്ങിയ കാഴ്ച, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മയക്കം, ആശയക്കുഴപ്പം എന്നിവയാണ്. ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളെ ബാധിക്കുന്ന TTSന്റെ ലക്ഷണങ്ങൾ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, നെഞ്ചുവേദന, കാൽവീക്കം, സ്ഥിരമായ വയറുവേദന എന്നിവയാണ്. കമ്പനി ഇത് അംഗീകരിച്ചതിന് ശേഷം ഈ വാക്സിൻ എടുത്ത എല്ലാവരും പരിഭ്രാന്തരാവുകയാണ്. കാരണം തലച്ചോറിൽ രക്തം കട്ട പിടിച്ചാൽ മരണം അല്ലെങ്കിൽ പാരാലിസിസ് വരെ ഉണ്ടാക്കാം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ യുദ്ധം തന്നെ അഴിച്ചുവിട്ടത് ഈ കാരണം കൊണ്ടാണ്. നമുക്ക് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിയിട്ട് ജനങ്ങൾ പേടിക്കേണ്ടതുണ്ടോ, പരിഭ്രാന്തരാവേണ്ടതുണ്ടോ ഇന്ന് എന്നാണ് നോക്കേണ്ടത്. ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഇല്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഉള്ള ഉത്തരം. കാരണം ഈ രീതിയിലുള്ള വാക്സിനുകൾ എടുത്തതിന് ശേഷം ഉള്ള ഈ പാർശ്വഫലങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് വാക്സിൻ എടുത്ത് ഒരു 40 ദിവസത്തിനുള്ളിൽ ആണ്. അതുപോലെ തന്നെ ഇത് വരാനുള്ള സാധ്യത ഏതാണ്ട് 25 തുടങ്ങി 30 ലക്ഷം ആളുകളിൽ ഒരാൾക്ക് എന്നതാണ് പ്രോബബിലിറ്റി. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 90% പേർക്കും വാക്സിനേഷൻ നൽകാൻ ഉപയോഗിച്ചിരുന്ന കോവിഷീൽഡ് ഇന്ത്യയിൽ മികച്ച പ്രകടനമാണ് ഇതുവരെ കാഴ്ചവെച്ചത്. എയിംസിലെ ന്യൂറോളജി എമിരിറ്റസ് പ്രൊഫസറായ ഡോക്ടർ കാമേശ്വർ പ്രസാദ് പറയുന്നത്, വാക്സിന്റെ ആദ്യ ഡോസ് എടുത്തതിന് ശേഷം 3-ാം ദിവസം മുതൽ 30-ാം ദിവസം വരെയാണ് TTS കൂടുതലും സംഭവിക്കുന്നത് സാധ്യതയുള്ളത്. 30 ദിവസത്തിനപ്പുറം വളരെ കുറച്ച് സാധ്യത മാത്രമേ ഉള്ളൂ. ആദ്യ ഡോസിന് ഈ സങ്കീർണത ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഡോസ് TTSന് കാരണമാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഏതായാലും ഇന്ത്യയിൽ നിന്നുള്ള മിക്ക ആളുകളും കോവിഡിന്റെ അവസാന വാക്സിൻ ഡോസ് കഴിഞ്ഞ് 1-2 വർഷത്തിലേറെയായി. TTSനെ കുറിച്ച് ഇന്ന് നമ്മൾ വിഷമിക്കേണ്ടതിന്റെ തെല്ലും ഒരു ആവശ്യകതയില്ല. ഇന്ന് 2024 നമ്മൾ വാക്സിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്നതാണ് പരമമായ സത്യം. എന്നാലും എണ്ണം വളരെ കുറവാണെങ്കിലും വളരെ മോശമായ പാർശ്വഫലങ്ങൾ ഉണ്ടായ ആളുകൾ ഉണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഓരോ മനുഷ്യജീവന്റെ നഷ്ടവും ലോകത്തിന് മുഴുവൻ ദുഃഖവും നഷ്ടവുമാണ് നൽകുന്നത്. എന്നാലും ഇപ്പോഴും ഞങ്ങൾ വാക്സിനെ പിന്തുണയ്ക്കുന്നു. കാരണം അതിന്റെ പ്രയോജനങ്ങളും അത് രക്ഷിച്ച ജീവന്റെ എണ്ണവും ദോഷങ്ങളെ മറികടക്കുന്നു എന്നതാണ് പരമമായ സത്യം. അതിനുപരി 2024 അത് ഒരിക്കലും ഒരാളെയും കൊല്ലില്ല. കാരണം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സൈഡ് എഫക്റ്റ് പാർശ്വഫലം വരണമെന്നുണ്ടെങ്കിൽ അത് വന്നു പോകേണ്ട സമയം കഴിഞ്ഞു.
അനാവശ്യമായ ആശങ്കകൾ മനസ്സിൽ ഉണ്ടാകരുത് എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് 5 seconds വ്യൂ ഓൺ കോവിഡ് വാക്സിൻ ജനങ്ങളെ കൊല്ലുമോ.